ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ചന്ദ്രബോസ് പറയുക, ജോൺ സാറേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ജപ്തി നടപടിയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ഇനി താമസിപ്പിച്ചാലേ അവൾ വയറ്റത്തെ ആ മുറിവും തുന്നി കെട്ടിക്കൊണ്ടേ അവൾ എളുപ്പം ഇങ്ങോട്ടിഞ്ഞ് വരും. അത് നമുക്ക് വീണ്ടും തലവേദനയാകുവേ. സുസ്മിത പറയുക, ആ കുത്തൊന്ന് കയറ്റി കുത്തിയിരുന്നെങ്കിലേ അവൾ അന്ന് തന്നെ അങ്ങ് തീർന്നേനെ. ചന്ദ്രബോസ് പറയുക, ബെസ്റ്റ് എടി, പറയാൻ എളുപ്പമാ. മരണപ്പെടുന്ന ആരാന്നറിയോ? ഒരു ജില്ലാ കളക്ടറാ. ഈ കുത്തിയവനും കുത്താൻ പറഞ്ഞവനും ഈ പ്ലാൻ ചെയ്ത് കുത്താൻ ഉപദേശിച്ചവരും ഉണ്ടല്ലോ. പിന്നെ എല്ലാം കൂടെ അങ്ങ് അകത്ത് പോവും. എന്താണോ, കൊലക്കേസാ. ഇതിപ്പോ എങ്ങനെ നോക്കിയാലും ഒരു 4-5 വർഷം അവന്മാർക്ക് അകത്ത് കിടക്കേണ്ടി വരും. എടി മോളെ, നമ്മൾ അതിനുള്ള പണമൊക്കെ അവന്മാരുടെ വീട്ടിലങ്ങ് എത്തിച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് അങ്ങ് നടത്തുകയും ചെയ്യാം. ഇത് പോലീസ് ബുദ്ധിയാ ജോൺ സാറേ. അതുകൊണ്ട് തന്നെ അവിടെ പച്ച ഇറച്ചിയിലോട്ട് ആളെ കുത്താൻ കഴിവുള്ളവന്മാരെ തന്നെ വിട്ടത്. അത് കേട്ടിട്ട് ഉപേന്ദ്രൻ പറയുന്നു, ഇനിയിപ്പല്ല അവന്റെ പടപ്പുറപ്പാട് ഉണ്ടാകുമെന്നൊരു സംശയം എനിക്കില്ലാതില്ല. രക്തബന്ധം പോലും നോക്കാത്ത സൈസാവൻ. എന്നെ എടുത്ത് അവൻ അലക്കിക്കളഞ്ഞില്ലേ. അച്ഛന്റെ അനുജനാന്നുള്ള ഒരു പരിഗണന പോലും അവൻ കാണിക്കാതെ അവന്റെ ഓരോ ഇടിയും 100-150 കിലോ വെയിറ്റ് ആയിരുന്നു. കളക്ടർ ജോൺ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ല അവന്റെ പേരെന്തുവായിരുന്നു? വിഷ്ണുവോ പരമശിവനോ ഏതാണ്ടല്ലേ? ഇരിയടാ കളക്ടറെ, വിഷ്ണുവാണോ പരമശിവനാണോ എന്ന് അവൻ നിനക്ക് കാണിച്ചു തരും. അവൻ ആരായാലും അവനെ ഇതുപോലെ അങ്ങ് പിച്ചാത്തിക്കുത്തിൽ അങ്ങ് കയറ്റണം. തീരാതെ തീർക്കുന്ന പോലെ അങ്ങ് കിടത്തണം ഇതുപോലെ. മോനെ ജോൺ സാറേ, നീ അങ്ങനെ കിടക്കാതെ സൂക്ഷിച്ചോ കേട്ടോ. പിന്നെ തല പൊക്കുകയില്ല, മുഷ്ടി ചുരുട്ടി നമ്മുടെ നേർക്ക് വരികയില്ല. ഇതൊന്നും വിഷ്ണുവിനെ അറിയാതാണ് ജോൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുവിനെ നല്ലതുപോലെ അറിയാവുന്ന സുസ്മിത പറയുക, അവനെ ഒതുക്കാൻ ചില്ലറ പണിക്കാരൊന്നും പോരാ സാറേ. ഇരുതലമൂരി അവൻ എവിടെ തൊട്ടാലും കടിക്കും. അടിച്ചു കൊല്ലാനാണെങ്കിൽ 2 തലയ്ക്ക് ഒപ്പം അടിക്കണം. എന്നാലേ അവനൊന്ന് ഒതുങ്ങും. അല്ലെങ്കിലേ അവൻ നമുക്കിട്ട് പണി തരും. ചന്ദ്രബോസ് ഉടനെ കയറി പറയുക, ജപ്തി നടപടികൾ ഉടനെ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ മാനസികമായിട്ടൊന്ന് തളർത്താൻ പറ്റും. അത് കഴിഞ്ഞ് അവൻ്റെ നേരെ അയക്കുന്ന ഓരോ അസ്ത്രങ്ങളും അവൻ്റെ ചങ്കിൽ തന്നെ തട്ടും. അവൻ എത്ര വലിയ പോരാളി ആയാലും സാറേ, അവനെ തളയ്ക്കാനേ ഈ തീതുപ്പുന്ന ആയുധമൊന്നും അല്ല, മനസ്സ് തകർക്കുന്ന വാക്കുകളും പ്രവൃത്തികളുമാ. നമ്മളീ പറയുമല്ലോ, ഈ കൊല്ലാതെ കൊല്ലുമെന്ന്. അങ്ങനെ മാത്രമേ വിഷ്ണുവിനെ തളയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് ഇവൻ്റെ അടുത്ത് നമുക്ക് അങ്ങോട്ടങ്ങ് പ്രയോഗിക്കാം. വീട് ജപ്തിയാകും, അച്ഛനെ അമ്മയെ എവിടെങ്കിലും കൊണ്ട് താമസിപ്പിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഭാര്യയ്ക്ക് കൂട്ടിരിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. ഇതിനൊക്കെ വേണ്ട പൈസ ഉണ്ടാക്കണം. അങ്ങനെ 100 കാര്യങ്ങൾക്കായിട്ട് അവനിങ്ങനെ ഓടി നടക്കുമ്പോൾ അവൻ്റെ ആ വീക്ക് പോയിന്റ് നോക്കി നമ്മളൊരു അടിയങ്ങ് അടിക്കണം. അവിടെ അവൻ വീണിരിക്കണം. കളക്ടർ ജോൺ അത് കേട്ടിട്ട് പറയാ, എക്സാക്ട്ലി ഈ ബുദ്ധിയുടെ കാര്യത്തിലും തന്ത്രങ്ങൾ മെനയുന്നതിലും നിങ്ങളൊരു പുലി തന്നെയാ. ഒരു പോലീസുകാരനായില്ലായിരുന്നെങ്കിലേ നിങ്ങൾ തീർത്തും ഒരു മർമാണി ആയാനെ. ഈ മർമ്മം നോക്കി ആണി അടിക്കാനേ നിങ്ങൾ ബെസ്റ്റാ. അങ്ങനെ ജോണിന്റെ വകയൊരു പുകഴ്ത്തൽ ചന്ദ്രബോസിനെ. ആ പുകഴ്ത്തൽ കേട്ട് ചന്ദ്രബോസ് അങ്ങ് ഇളകി ചിരിക്കുവാണ്. എന്തുവായാലും ഞാൻ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ജോലി അങ്ങ് ഭംഗിയായിട്ട് ചെയ്യും. അപ്പോഴെനിക്ക് തരാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇങ്ങി തന്നാൽ സന്തോഷത്തോടെ എനിക്ക് എൻ്റെ കൂടെ അങ്ങ് പിടിക്കായിരുന്നു. മോളെ, എന്നാലേ സാറിന് സന്തോഷത്തോടെ അതിങ്ങ് എടുത്തോണ്ട് വന്ന് കൊടുക്കുമോളെ. നമ്മൾ കൊടുക്കുന്നതൊക്കെ കണ്ടേ ജോൺ സാറ് മനസ്സുകൊണ്ടുകൂടെ ആഹ്ലാദിക്കട്ടെ. അങ്ങനെ സുസ്മിത കുറേ നോട്ട് കെട്ടുകളെല്ലാം ഒരു ബാഗിനകത്ത് വെച്ച് ജോണിന് കൈക്കൂലിയായിട്ട് കൊടുക്കുന്നുണ്ട്. ആ കൈക്കൂലിയൊക്കെ അങ്ങോട്ട് വാങ്ങിച്ച് സന്തോഷത്തോടെ ജോൺ പറയുക, ഇനി എൻ്റെ അധികാര പകുതിയിലുള്ള എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയേ രണ്ടും കൽപ്പിച്ച് കച്ചകെട്ടി ഇറങ്ങിയവനാ ഞാൻ. എവിടെയോ പോയിട്ട് നമ്മുടെ ജഗദീപ് അങ്ങോട്ട് വരുന്നുണ്ട് ബൈക്കിൽ. ജഗദീപ് നോക്കിയപ്പോൾ ഒരു പുതിയ കാറ്. എടാ, ഈ കാർ ഇതേതാ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാറ്. ഏതോ ഊള വന്നതാന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് ജഗദീപ് അകത്തോട്ട് കയറി വരുന്നുണ്ട്. ഉപേന്ദ്രന്റെ കണക്ക് ജോണിന് ഒരു പ്രത്യേക പ്രോത്സാഹനം. ഫാമിലിയായിട്ട് മലേഷ്യയിലോട്ടൊരു ടൂറൊക്കെ ഇങ്ങോട്ട് ആയിക്കോളൂ. ജോൺ സാറിനെ പോലെ ആത്മാർത്ഥതയുള്ളവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അയ്യോ, എൻ്റെ ആത്മാർത്ഥത നിങ്ങൾ വീണ്ടും കൂട്ടുവാണേ. ഇവന്മാരുടെ ഇടയിലോട്ടാണ് നമ്മുടെ ജഗദീപ് കയറി വന്നിട്ട് പറയുന്നത്, കൊള്ളാം, ക്രൂരതകൾ കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണോ നിങ്ങൾ? പാവം ആ ശാലിനി മേടത്തെ നിങ്ങൾ വീഴ്ത്തി കളഞ്ഞല്ലോ. ചന്ദ്രബോസിന് അതങ്ങോട്ട് ഒട്ടും സുഖിച്ചില്ല. എടാ ജഗദീപേ, ഉപേന്ദ്രന്റെ മരം വെട്ട് കേസും ഇതും ഞങ്ങൾക്ക് ഒരുപോലെ. തടസ്സം നിൽക്കുന്നവരെയൊക്കെ വെട്ടി മാറ്റിയിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. ശാലിനി ഞങ്ങൾക്കൊരു തടസ്സമായിരുന്നു. അതുകൊണ്ട് അവളെ ഞങ്ങൾ കടക്കി വെച്ച് ഞങ്ങൾ വെട്ടി. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നല്ലത് ചെയ്യുന്ന ആരെയും നിങ്ങളുടെ വെച്ച് വാഴിക്കത്തില്ലല്ലോ.
പക്ഷെ ഇതെല്ലാം ഒരിക്കൽ പിടിക്കപ്പെടും. അന്ന് ഈ ഒത്തൊരുമയും സൗഹൃദവും കൂട്ടായ്മയൊക്കെ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. സുസ്മിതയ്ക്ക് ഇത് കേട്ടിട്ട് കലി തുള്ളുവാണ്. ജഗദീപേ, നീ തിന്നുന്ന ചോറ് ഇവിടെയും കൂറ് അവിടെയാണില്ലേ? അവളുടെ വേദാന്തം വിളമ്പിക്കൊണ്ട് എൻ്റെ വീട്ടിൽ നീ നിൽക്കാൻ പാടില്ല. ഇറങ്ങിക്കോണം നീ ഇവിടുന്ന്. നീ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ട് അടങ്ങി ഒതുങ്ങി നീ ഇവിടെ നിന്നോണം. ഇനി ഇതുപോലെ നീ ഞങ്ങളുടെ മുന്നിൽ വന്ന് ശബ്ദം ഉയർത്തിയാൽ നീ വിവരം അറിയും. ജോൺ സാറേ, സോറി, നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്ന ഇടയ്ക്കോട്ട് ഒരു തെരുവുനായി വന്നെന്ന് വിചാരിച്ചാൽ മാത്രം മതി. എന്നാൽ ഇനിയുള്ള നീക്കങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ നടന്നിരിക്കും, നടത്തി കാണിക്കും എന്നും പറഞ്ഞ് ഉപേന്ദ്രനും ജോണും അവിടുന്ന് പോകുന്നുണ്ട്. വിരലിൽ എണ്ണാവുന്ന ദിവസത്തിനുള്ളിൽ നമ്മളത് നടത്തിയിരിക്കും, ഉറപ്പ് എന്നും പറഞ്ഞ് ചന്ദ്രബോസും. ജഗദീപ് അവിടെ മാറിയെന്ന് മനസ്സിൽ പറയുവാണ്. എടി സുസ്മിതേ, നീ എന്നെ തെരുവുനായാക്കി കളഞ്ഞില്ലേ? ഈ തെരുവുനായ്ക്ക് ചില സമയത്ത് ഇളകും, അത് സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജഗദീപ് അകത്ത റൂമിലോട്ട് ചെല്ലുമ്പോൾ രോഹിത് കുടിച്ച് ബോധമില്ലാതെ കിടന്നുറങ്ങുവാണ്. രോഹിത്തിനെ വിളിച്ചുണർത്താൻ നോക്കിയിട്ടും രോഹിത് ഉണരുന്നില്ല. ജഗദീപ് പറയുക, നിന്റെയൊക്കെ ഒരു ജന്മമാടാ ജന്മം. സുഖ ഭക്ഷണം, സുഖ ഉറക്കം. ജനിക്കുന്നെങ്കിൽ നിന്റെയൊക്കെ നാളിൽ തന്നെ ജനിക്കണോടാ. അവൻ്റെ ഒരു കിടപ്പ് കണ്ടില്ലേ? ഒരല്ലലുമില്ല, ഒരാവലാതിയില്ല. രോഹിത്തെ എന്നും പറഞ്ഞ് ജഗദീപ് രോഹിത്തിനെ ഉണർത്താൻ നോക്കുവാണ്. രോഹിത്ത് കണ്ണു തുറന്നിട്ട് ചോദിക്കുന്നത്, എന്താടാ? ഇട ജീവിതകാലം മുഴുക്കെ നീ ഇവിടെ കിടന്നുറങ്ങാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇട പൊട്ട, നിന്നെ മുന്നിൽ നിർത്തി ഇവരെല്ലാം കൂടെ കളിക്കുന്ന കളിക്ക് ബലിയാടാകാൻ പോകുന്ന നീ ഒറ്റ ഒരുത്തനാ. എടാ, കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം കൂടെ നൈസായിട്ട് നിന്നെ കൈയൊഴിയും. നിന്നിലൂടെ ഒരു കുടുംബത്തെ തകർക്കാനാണ് ഇവരെല്ലാരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടുപോയാൽ നീ മാത്രം പെട്ടുപോകും. എടാ, നിനക്ക് ഈ കള്ളൊക്കെ വാങ്ങിത്തന്ന് ഇവിടെ കിടത്തിയിരിക്കുന്നു അതിന് തന്നെയാണ്. എടാ രോഹിത്തെ, നീ വെറും ഒരു ചട്ടുകമായിട്ട് അവർ കണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബലിയാട്. എടാ, നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പം രക്ഷപ്പെട്ടണം. ഇല്ലെങ്കിൽ ശാലിനി മേഡത്തിന് സംഭവിച്ച പോലെ നിനക്ക് ഒരൊറ്റ കുത്ത്. രോഗത്ത് നാക്ക് കുഴഞ്ഞുകൊണ്ട് സംസാരിക്കുക, അതെല്ലാം എനിക്കറിയാം. എനിക്കിനി ഒരു ജീവിതമില്ല. ഞാനായിട്ട് തന്നെ അതൊക്കെ ഉണ്ടാക്കി. ഇനി അങ്ങ് തീരട്ടെ. ഈ ശാപം പിടിച്ച ജന്മം എങ്ങനെയെങ്കിലും അങ്ങ് ഒടുങ്ങട്ടടോ. ഇട പൊട്ട, ആയിക്കോട്ടെ. നിനക്ക് നിന്റെ ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ ഇതിന് എന്തെല്ലാം വേറെ മാർഗങ്ങളുണ്ട്. ഈ കണ്ണിച്ചോരയില്ലാത്തവന്മാർക്ക് വേണ്ടി നിന്റെ തല എന്തിനാടാ ചവിട്ടിക്കയറാൻ വെച്ചു കൊടുക്കുന്നത്? നിനക്ക് സത്യാമ്മയുടെ വീട് വാങ്ങിച്ച് തരുമെന്ന് അവർ പറയുന്നില്ലേ? അത് വെറും രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ വാഗ്ദാനം മാത്രമാണ്. അതൊരിക്കലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ദാണ്ടെ, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. നിനക്ക് രക്ഷപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ. അല്ലെങ്കിൽ ശാലിനി മേഡത്തിന് സംഭവിച്ച പോലെ നീയും അങ്ങ് തീരും. എടാ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ഒന്നും മനസ്സിലാകുന്നില്ലേ? എടാ, നിന്നെ വിത്തും വളവൊക്കെ ഇട്ട് വളർത്തുന്നതേ ആടിനെ പോലെ അറക്കാനാടാ. നീ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നഷ്ടപ്പെട്ട ജീവിതവും തിരിച്ചു പിടിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കടാ. ഇങ്ങനെ കുടിച്ച് ചാവുന്നതാണോ ജീവിക്കുന്നതാണോ നല്ലതെന്ന് നീ തന്നെ മനസ്സിലാക്കി എന്നിട്ട് പെട്ടുകിടക്കുന്ന കുരുക്കിൽ നിന്ന് നീ രക്ഷപ്പെടാൻ നോക്ക്. ജഗദീപിന്റെ ഈ ഉപദേശമൊക്കെ കേട്ടിട്ട് രോഹിത് പറയുക, എനിക്കൊരു 2 പെഗ്ഗൂടെ തരാൻ പറ്റുമോ? ദാണ്ട കിടക്കുന്ന അവൻ്റെ. ഇടാ, നീ നന്നാകത്തില്ലടാ കഴുതേ. എടാ, ഇനി ഞാനായിട്ട് ഒരു വക നിനക്ക് പറയത്തില്ല. നീ ഇവിടെ കിടന്ന് ഇനി എന്ത് വായിക്കോ? നീ ഒരിക്കലും നന്നാകത്തില്ലടാ. എടാ, നശിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവൻ്റെ ജീവിതം നരകമാടാ. ഈ നരകത്തിൽ തന്നെ കിടന്നാകട്ടാ നിന്റെ ഒടുക്കവും. പാവം ജഗദീപ് എങ്ങനെയെങ്കിലും രോഗത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടുന്ന് രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ രോഗത്ത് വീണ്ടും എനിക്ക് 2 പെഗ്ഗൂടെ താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, ഇത് എന്തോ ഒരു ജന്മമായത് എന്നും പറഞ്ഞ് ജഗദീപ് അവിടെ മാറിയിരിക്കുവാണ്. എൻ്റെ ഈശ്വര, ശാലിനി മേഡത്തെയും വിഷ്ണു ആശാനെയും ഞാൻ എങ്ങനെ ഇവരുടെ കയ്യിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തും എന്നൊക്കെ പാവം ജഗദീപ് അവിടെ നിന്നുകൊണ്ട് ആലോചിക്കുവാണ്. രാവിലെ സത്യാമ്മയുടെ വീട്ടിലെ ശ്യാമയും പപ്പിമോളും ബാഗിനകത്ത് തുണികളൊക്കെ എടുത്തു വെക്കുവാണ്. പപ്പിമോള് ചോദിക്കുന്നത്, അമ്മേ, നമ്മൾ ഇതെല്ലാം കൂടെ എടുത്തോണ്ട് എവിടെ പോവുക അമ്മേ? മോളെ, നമ്മൾ ശാരദാമ്മയുടെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയില്ല? സത്യാമ്മ ഇന്നലെ രാത്രി പറഞ്ഞതല്ല, എൻ്റെ മോളും കേട്ടതല്ലേ? നമ്മളോട് ഇനി ഇവിടെ നിൽക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അമ്മേ, വിഷ്ണു അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചാലോ? വിഷ്ണു അച്ഛൻ പറഞ്ഞാൽ സത്യാമ്മ കേൾക്കില്ലേ? അച്ചാച്ചൻ പറഞ്ഞിട്ട് പോലും സത്യാമ്മ കേട്ടില്ല. പിന്നെ വിഷ്ണു അച്ഛൻ പറഞ്ഞാൽ എവിടെ കേൾക്കാനാ മോളെ? അത് മാത്രമല്ല മോളെ, നമ്മൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല. നമുക്ക് പോവാം മോളെ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുൻപേ അച്ചാച്ചൻ്റെയും സത്യാമ്മയുടെയും കാല് തൊട്ട് വന്നിച്ച് മോൾ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം ഇവിടുന്ന് നമുക്ക് പോകാൻ.
നമ്മൾ എവിടെ പോയാലും അവരുടെ രണ്ടുപേരുടെയും അനുഗ്രഹം എൻ്റെ മോൾക്കുണ്ടാവണം. അങ്ങനെ ശ്യാമയും പപ്പിമോളുടെ സങ്കടത്തോടെ അവരുടെ തുണികളൊക്കെ നിറച്ച ബാഗുമായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. സത്യാമ്മയും രാഘവേട്ടന് ഹോളിൽ ഇരിപ്പുണ്ട്. സത്യാമ്മയെ ആരോ ജപ്തിയെക്കുറിച്ച് ചോദിച്ച് വെറുപ്പ് കയറ്റിയെന്നാണ് തോന്നുന്നത്. സത്യാമ്മ കുറച്ച് കലിപ്പിലാണ് ഫോണിൽ സംസാരിക്കുന്നത്. ശ്യാമയും മോളും കൂടെ അങ്ങോട്ട് വന്ന് രാഘവേട്ടൻ അങ്ങ് അമ്പരന്ന് വിഷമിക്കുവാണ്. പപ്പിമോള് വന്ന് രാഘവേട്ടനോട് പറയുക, അച്ചച്ചാ ഞങ്ങൾ പോവുക. സത്യാമ്മ ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ സത്യാമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്തോ കണക്കുകൂട്ടലുകൾ മനസ്സിൽ കരുതിയിട്ടാണ് സത്യാമ്മ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് തോന്നുന്നു. സത്യാമ്മ സങ്കടം ഉള്ളിൽ ഒതുക്കി കാണാത്തതുപോലെ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. രാഘവേട്ടൻ പപ്പിമോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് മുത്തം കൊടുക്കുക. അച്ചച്ചൻ കരയുവാണോ? കരയേണ്ട അച്ചച്ചാ, ഒന്നുമില്ല മോളെ, എവിടെ പോയാലും എൻ്റെ മോള് നന്നായി വരും. അപ്പോൾ പപ്പിമോള് പോവുക കേട്ടോ അച്ചച്ചാ. ശ്യാമ പപ്പിമോളോട് പറയുന്നു, മോളെ സത്യാമ്മയുടെ കാല് തൊട്ട് വന്നിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് വാ. സത്യാമ്മ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. സത്യാമ്മ പക്ഷേ മൊബൈലിൽ തന്നെ കണ്ണു വെച്ചിട്ടിരിക്കുവാണ്. പപ്പിമോള് സത്യാമ്മയുടെ അടുത്ത് ചെന്ന് സത്യാമ്മയെ എന്ന് വിളിക്കുമ്പോൾ ഹൃദയം പൊടിയുന്ന ചുണ്ടുകൾ വിങ്ങുന്നുണ്ട്. പക്ഷെ സത്യാമ്മ അതൊന്നും കാണിക്കാതെ സത്യാമ്മയുടെ കണ്ണുകൾ ആ മൊബൈലിൽ തന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുവാണ്. പപ്പിമോൾ അങ്ങനെ സത്യാമ്മയുടെ കാൽപാദമൊക്കെ തൊട്ട് വന്നിച്ചിട്ട്, പപ്പിമോള് പോവുക കേട്ടോ, ഇനി കുറുമ്പ് കാണിച്ചും വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിപ്പോയും സത്യാമ്മ ഇനി പപ്പിമോള് വിഷമിപ്പിക്കില്ല കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ നിൽക്കുന്ന പിള്ളയും പൊന്നിയും എല്ലാം കരയുവാണ്. പപ്പിമോളുടെ ആ വാക്കുകൾ സത്യാമ്മയുടെ നെഞ്ചിൽ ചാട്ടവാറടിക്കുന്ന വേദനയുണ്ട്. സത്യാമ്മ എന്നിട്ടും ആ പിടിവാശിയിൽ തന്നെ നിൽക്കുവാണ്. ശ്യാമയും മോളും ശാരദാമ്മയുടെ അടുത്ത് പോയി അങ്ങനെയെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ എന്നാണ് ഇപ്പോൾ സത്യാമ്മ മനസ്സിൽ വിചാരിക്കുന്നത്. ശ്യാമ പൊട്ടിക്കരഞ്ഞോണ്ട് സത്യാമ്മയോട് പറയുന്നു, സത്യാമ്മേ ഞങ്ങൾ ഇറങ്ങുക. സത്യാമ്മ ശ്യാമയെ നോക്കുന്നുണ്ട്. സത്യാമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കുവാണ്. ഇനി എപ്പോഴാ ഒന്ന് കാണുന്നതെന്ന് അറിയില്ലല്ലോ എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ സത്യാമ്മ പെട്ടെന്ന് ചാടി എഴുന്നിട്ടിട്ട് ചോദിക്കുന്നു, ഞാനെന്താ ചത്തുപോകുമെന്ന് നീ കരുതിയോ? ഇനി കാണില്ലെന്ന് പറയാൻ? നിന്റെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി അമ്മയും മക്കളും കൂടെ ഒരുപാട് പണിയൊക്കെ എടുക്കുന്നുണ്ടെന്നും എനിക്കറിയാം. അതൊന്നും ഈ സത്യാമ്മയെ ബാധിക്കില്ല. കാരണം ഞാൻ ഇന്നും ജീവിക്കുന്നത് എൻ്റെ സ്വന്തം കാലിൽ തന്നെയാണ്. മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ട ഒരവസ്ഥ വന്നാൽ മാത്രമേ ഈ സത്യഭാമ എന്തെങ്കിലും കടുങ്കൈ ചെയ്യൂ. അതുവരെ ഞാൻ പാറ പോലെ ഇങ്ങനെ ഉറച്ചു നിൽക്കും. എന്ത് വന്നാലും ഞാൻ നേരിടുകയും ചെയ്യും. ഇത് ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്ത മനോധൈര്യമാണ്. ഈ മനോധൈര്യം എന്നടുത്ത് ഉള്ളിടത്തോളം കാലം ഒരാളുടെ മുന്നിൽ ഞാൻ തല താഴ്ത്തില്ല. എൻ്റെ തലയ്ക്ക് മുകളിൽ കയറാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. ഫാമേ, നീ എന്തൊക്കെയായി പറയുന്നേ? അവർ പോകുന്ന സമയത്തെങ്കിലും അവരെ സ്വസ്ഥതയോടും സമാധാനത്തോടും പോകാനെങ്കിലും അനുവദിക്കുക. ഞാനിതൊക്കെ പറഞ്ഞതാണോ ഇപ്പോൾ കുറ്റം എന്നും പറഞ്ഞ് സത്യഭാമ ചാടിക്കുലുങ്ങി അങ്ങ് മുകളിലോട്ട് പോവുകയാണ്. സങ്കടത്തോടെ നിൽക്കുന്ന ശ്യാമയും പപ്പിമോളെയും നോക്കിയിട്ട് രാഘവേട്ടൻ പറയുക, അവൾ മാറില്ല മോളെ. ഈ അഹന്തയും അഹങ്കാരവും ഒക്കെ അവളുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അതൊരിക്കലും അവൾക്ക് മാറ്റാൻ പറ്റില്ല. എൻ്റെ മക്കൾ ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊയ്ക്കോ. സത്യഭാമ മുകളിലെ വാൽക്കണിയിൽ പോയിരുന്നോണ്ട് ചങ്കുപൊട്ടി കരയുവാണ്. ഇനി സത്യാമ്മ എന്ത് വിചാരിച്ചാലും അതൊന്നും സത്യാമ്മയെ കൊണ്ട് കൂട്ടാൻ കഴിയില്ല. അതുകൊണ്ട് പോയി രക്ഷപ്പെടുന്നവരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് സത്യാമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശ്യാമ പൊട്ടിക്കരഞ്ഞോണ്ട് രാഘവേട്ടൻ്റെ കാൽക്കൽ വീണ് തൊഴുത അനുഗ്രഹം മേടിക്കുവാണ്. രാഘവേട്ടൻ ചങ്ക് പൊട്ടി കരഞ്ഞോണ്ട് പറയുക, നന്നായിട്ട് വരണമെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാം ദൈവനിശ്ചയമാ മോളെ. അങ്ങനെ ശ്യാമയും പപ്പിമോളും പിള്ളച്ചേട്ടനോടും പൊന്നിയോടും ഒക്കെ യാത്ര ചോദിച്ച് അവിടുന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ആ സമയത്ത് വിഷ്ണു അങ്ങോട്ട് കടന്നു വരുവോ, വിഷ്ണു അവരെ പോകാൻ അനുവദിക്കാതെ വീട്ടിൽ പിടിച്ചു നിർത്തുവോ, അതോ ശ്യാമയും പപ്പിമോളും വീട് വിട്ടു പോവുമോ എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.